കനത്ത മഴയിൽ മുങ്ങി മുംബൈ. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. തോരാമഴയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഹാരാഷ്ട്രയിൽ 12 ലക്ഷം ഹെക്ടർ കൃഷി നശിച്ചെന്നും അടുത്ത 48 മണിക്കൂർ നിർണായകമാണെന്നും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. മുംബൈയിൽ 400-ലേറെ വിമാന സർവീസുകൾ വൈകി. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഏത് രീതിയിലാണ് മുംബൈയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? മഴക്കെടുതി ഏറ്റവും രൂക്ഷമായി മുംബൈ നഗരത്തിൽ അനുഭവിക്കുന്ന ഒരിടത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മിത്തി നദിക്ക് തൊട്ടടുത്തുള്ള കുർള വെസ്റ്റിലെ ക്രാന്തി നഗർ. ഈ ക്രാന്തി നഗറിലാകെ തന്നെ വെള്ളം നിറഞ്ഞ അവസ്ഥയാണ്. നമുക്ക് കാണാം, വീടുകളൊക്കെ ഏതാണ്ട് പകുതിയിലധികവും മുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഒരാൾ അങ്ങനെ പോകുന്നത് കാണാം. അയാളുടെ അരയറ്റം വെള്ളം ഇപ്പോഴുമുണ്ട്. കാരണം രാവിലെ 6 മണിയോടെയാണ് വെള്ളം കയറി തുടങ്ങിയത്. അത് ഒരു ഘട്ടത്തിൽ 5 അടിയിലേറെ ഉയർന്നു എന്നതാണ് ഇവിടെയുള്ള നാട്ടുകാർ നമ്മളോട് അറിയിക്കുന്നത്. പിന്നീടാണ് NDRFും മറ്റുമൊക്കെ എത്തി ആളുകളെ ഒരു വലിയ രക്ഷാദൗത്യത്തിലൂടെ ഇവിടെ നിന്ന് പരമാവധി പേരെ ഒഴിപ്പിച്ചത്. ഇപ്പോഴും ഈ വീടുകളിലൊക്കെ ചില വീടുകളിലെങ്കിലും ആളുകളുണ്ട്. അവരൊന്നും താഴത്തെ നിലയിലല്ല, മുകളിലത്തെ നിലയിലാണ്. ഇവിടെയുള്ള ഒരു ക്ഷേത്രം നമുക്ക് കാണാം. ഈ ക്ഷേത്രത്തിനകത്ത് പൂർണ്ണമായി തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അതിന് ഉള്ളിലെ പ്രതിഷ്ഠയൊക്കെ തന്നെ പാതി മുങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, ഈ അകത്തേക്ക് നമ്മൾ കൂടുതൽ അകത്തേക്ക് പോകുമ്പോൾ ഇപ്പോഴും ഇവിടെ വലിയ വെള്ളക്കെട്ട് ഉണ്ട്. ആളുകൾ ഒരു പ്രളയ സമാന സാഹചര്യത്തിലാണ് ഇപ്പോഴും കഴിയുന്നത് എന്ന് വ്യക്തമാണ്. വളർത്തുമൃഗങ്ങളെയും മറ്റും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ കഴിയാത്തവരൊക്കെ തന്നെ വീടുകൾക്ക് മുകളിൽ മറ്റും ഇപ്പോൾ അവരെ കെട്ടിയിടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അത്തരം കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു നിസ്സഹായനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ കസേരയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ കസേരയിട്ട് ഇരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ മുഖത്ത് വരുന്ന ആ ഒരു നിസ്സഹായ ഭാവം. അദ്ദേഹം വർഷങ്ങളായി ഈ തരത്തിൽ ഉള്ള ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരാണ്. എല്ലാ വർഷവും ഈ മഴക്കാലത്ത് മിത്തി നദി ഇതുപോലെ കരകവിഞ്ഞ് ഒഴുകാറുണ്ട്. ഇവിടെ വീടുകളിലേക്ക് വെള്ളം എത്താറുണ്ട്. ഇത്തവണ അത് കുറച്ച് അധികമുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് നാട്ടുകാർക്ക് ഉള്ളത്. ये रात से चालू हो गया, लेकिन सुबह ये भरा है। 9 के बाद चालू हो गया बारिश। 9 के बाद अंदर इतना कमर के ऊपर हो गया, सीने तक आ गया था पानी। ഇനിയിപ്പോൾ ഇവിടെ ശേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വെള്ളം ഇനിയും എത്ര ഉയരും എന്ന പേടി അവർക്കുണ്ട്. എല്ലാ വർഷവും അനുഭവിക്കുന്ന ഒരു ദുരിതമാണ്. ഇത്തവണ അത് കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു വിഷമമാണ് അവരൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. മുംബൈയിലെ കുർള വെസ്റ്റിലെ ക്രാന്തി നഗറിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.